ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളി അല്ലായിരുന്നു. പിന്നീട് അവർ ജൂതരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ചിലരെങ്കിലും പ്രസിദ്ധ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനും നാസി വിരുദ്ധ പ്രവർത്തകനുമായിരുന്ന ഫ്രെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിൻ നിമോളിയുടെ ഈ വരികൾ ശ്രദ്ധിച്ചു കേൾക്കണം. നാസിസത്തിനെതിരെയും ഹിറ്റ്ലറുടെ ആര്യൻ മേധാവിത്വ സിദ്ധാന്തത്തിനെതിരെയും നിശബ്ദത പാലിച്ച ജർമ്മനിയിലെ ബുദ്ധിജീവികൾക്കെതിരായ വിമർശനമായിട്ടും നാസികളാൽ വേട്ടയാടപ്പെടുന്നവരോടുള്ള ഐക്യദാർഢ്യമായിട്ടുമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇന്ത്യയിലേത് ഇതേ അർത്ഥത്തിൽ തന്നെ എടുക്കാം. മുസ്ലിങ്ങളെ തേടി വന്നപ്പോൾ നോക്കുകുത്തിയായി നിന്ന മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ഉത്തരേന്ത്യൻ നാടുകളിൽ ക്രിസ്തീയ മിഷണറിമാർക്ക് നേരെ അകാരണമായി ഉണ്ടാകുന്ന ക്രൂരതകൾ എന്ന് തന്നെ പറയണം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെയായ കേസിൽ ചുമത്തിയത് ഗുരുതര വകുപ്പുകളാണ്. സിസ്റ്റർ പ്രീതിയാണ് 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതിയാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമ സെക്ഷൻ 4, BNS 143 എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അതും ക്രിസ്ത്യൻസായ, അതായത് ക്രിസ്തീയ സഭയിൽ തന്നെയുള്ള വ്യക്തികളെയാണ് അവരുടെ കോൺവെന്റിലേക്ക് ജോലിക്കായി കൊണ്ടുപോയതെന്ന കാരണത്താൽ ചുമത്തിയത് മതപരിവർത്തന നിയമമാണ്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിന് തെളിവില്ല. മനുഷ്യക്കടത്തും സംശയിക്കുന്നുണ്ട് എന്ന് FIR-ൽ പറയുന്നു. വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ, അതും ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത്. ഇവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന 3 സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. കന്യാസ്ത്രീകളോടും മറ്റുള്ളവരോടും ബജ്രംഗ് പ്രവർത്തകരാണ് വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. ഇവരുടെ ബാഗുകളും പ്രവർത്തകർ പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളെ കൂടെ നിർത്താൻ BJP നോക്കുമ്പോഴാണ് പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഇങ്ങനെ സംഘപരിവാർ സംഘടനകൾ പരസ്യമായി അപമാനിക്കുകയും ജയിലിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ പങ്കുവച്ച ഒരു കുറിപ്പ് കൂടി പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതായത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: മാതാവിന്റെ തലയിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പു കിരീടം വച്ചും കൊരട്ടി മുത്തിക്ക് പഴക്കുല നേർന്നും മുട്ടിലിഴഞ്ഞും കുരുത്തോല കുരിശ് കെട്ടിയും വോട്ട് പിടുത്ത കോപ്രായങ്ങളുടെ മികച്ച അഭിനേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതൊന്നും കാണുന്നില്ലേ? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉറക്കം എഴുന്നേറ്റില്ലേ? ആസ്ഥാന കൃസംഖികളായ PC ജോർജും ഷോൺ ജോർജും മൗനവ്രതത്തിലാണോ? കെവിൻ പീറ്റർ അടക്കമുള്ള കാസയുടെ ചാണകം വാരികളും ഉടനടി ഹാജരാകണം. നിങ്ങളുടെ മോദിയോട് ഒരൊറ്റ വിളിയിൽ ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ ഇടപെടണം. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ഒത്താശയോടെ പോലീസ് സാന്നിധ്യത്തിൽ ക്രൈസ്തവ വിശ്വാസികളും പുരോഹിതരും സന്യസ്തരും പ്രേക്ഷിത പ്രവർത്തകരും അക്രമങ്ങൾക്കിരയാകുമ്പോൾ മിണ്ടാതെ ഒളിക്കുന്ന നിങ്ങളുടെയൊക്കെ ക്രൈസ്തവ പ്രേമം കേരളത്തിൽ മാത്രം ഒതുക്കരുത്. തെരുവും നിയമവും കയ്യേറി ന്യൂനപക്ഷ വേട്ട ആഘോഷമാക്കുന്ന സംഖ്യകൾ കൂത്താടുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്നിറങ്ങി വിളംബരം ചെയ്യണം സകല ക്രിസംഖികളുടെയും ക്രൈസ്തവ കരുതൽ. നിങ്ങളൊക്കെ മല കയറിയാലോ, അരമനകൾ കയറിയാലോ, ക്രിസ്മസ് കേക്ക് മുറിക്കാൻ വന്നാലോ, ഈസ്റ്റർ ആശംസകൾ നേർന്നാലോ ഇന്ത്യയിലെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് നീതി ഉറപ്പാകില്ല എന്നറിയാം. എന്നാലും ക്രിസ്തുവിനെ ഇനിയും ഒറ്റാൻ മുട്ടി നിൽക്കുന്ന അധികാരാർത്ഥിയിലും പണക്കൊതിയിലും BJP പ്രേതമാവാഹിച്ച ക്രിസംഖികളെ തിരിച്ചറിയാൻ വഴിതെറ്റുന്ന കുഞ്ഞാടുകൾക്ക് കിട്ടുന്ന മറ്റൊരവസരം മാത്രമാണിത്. പതിറ്റാണ്ടുകളായി സംഘപരിവാർ തുടരുന്ന ന്യൂനപക്ഷ വേട്ടയുടെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇനിയും കാണാനിരിക്കുന്ന ഒരുപാടെണ്ണത്തിന്റെ മുന്നോടിയും. ഇവറ്റകളെയൊക്കെ പറയുന്ന ഇസ്ലാമോഫോബിക് നുണകളിൽ തമ്മിൽ തല്ലാതെ സംഘപരിവാർ അക്രമങ്ങളെ സംഘടിതമായി ചെറുക്കുന്ന ന്യൂനപക്ഷ ഐക്യത്തിനുള്ള സമയം വൈകിയെന്ന ബോധം ക്രൈസ്തവർക്കും ഉണ്ടാകണം. മോദിയെയും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യന്മാരെയും PC ജോർജിനെയും മകനെയും കാസയുടെ ഒറ്റുകാരെയും ഒക്കെ കാണുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ സൗകര്യപൂർവ്വം മറക്കുന്നവർക്കുള്ള തെറ്റുതിരുത്തൽ അവസരം കൂടിയാണിത്. ജബൽപൂരിലും മണിപ്പൂരിലും ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കേരളത്തിന് പുറത്തുള്ള മുഴുവൻ ക്രൈസ്തവ വേട്ടകളിലും നമുക്ക് മെഴുകുതിരി കത്തിക്കലും പ്രാർത്ഥനാ കൂട്ടായ്മകളും ലേഖന പരമ്പരകളും മാത്രം പോരാ. അതിക്രമങ്ങളുടെ ശ്രമങ്ങൾ കേരളത്തിലും തലപൊക്കി തുടങ്ങുമ്പോൾ കേവല മുരൾച്ചകൾക്കപ്പുറത്തുള്ള മുറവിളി തന്നെ വേണം. അരമനകളും പള്ളിമേടകളും കയറാൻ വരുന്ന BJP ചെന്നായ്ക്കളോട് വടക്കേ ഇന്ത്യയിലോട്ട് വണ്ടി പിടിക്കാൻ പറയണം. അവിടങ്ങളിലെ കണ്ണീരൊപ്പിയിട്ട് മതി കേരളത്തിലെ കൈമുത്തലും കേക്ക് മുറിക്കലും.
അതേസമയം തന്നെ ഇത് വലിയൊരു പ്രതിഷേധത്തിന്റെ ഭാഷയായാണ് ജിൻഡോ ജോൺ പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയം തന്നെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിഷേധമാണ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ കേരള എംപിമാരുടെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരു സഭകളും തള്ളി. ഇരു സഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ് സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേരളത്തിലെ എംപിമാർ തന്നെയാണ്. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിനും രാജ്യസഭയിൽ ചർച്ചയ്ക്കും എംപിമാർ നോട്ടീസ് നൽകി. കോൺഗ്രസ്, ലീഗ്, RSP, CPM, CPI എംപിമാർ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇരു സഭകളിലും ആവശ്യം അംഗീകരിച്ചില്ല. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ ഇരു സഭകളും നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നു. രാവിലെ പാർലമെന്റ് കവാടത്തിൽ കേരള എംപിമാർ പ്രതിഷേധിച്ചു. UDF പ്രതിഷേധത്തിനൊപ്പം ചേരാതെ ഇടത് എംപിമാർ പ്രത്യേകം പ്രതിഷേധിച്ചു. സഭ ചേർന്നയുടൻ വിഷയം ഉന്നയിച്ച് ബഹളം വെച്ചു. എന്നാൽ ചർച്ചയില്ലെന്നായിരുന്നു ലോക്സഭ, രാജ്യസഭ അധ്യക്ഷന്മാരുടെ നിലപാട്. വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കാരുമായി 3 പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ തടഞ്ഞുവച്ചത്.